ബഹുമാനപ്പെട്ട എൻ്റെ വീഡിയോ കാണുന്ന മുസ്ലിം സഹോദരങ്ങളോട് ഒരു അഭ്യർത്ഥനയാണ്. ഞാനിട്ട വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്തിരിക്കുന്നത് പാലസ്തീനികളെ അല്ലെങ്കിൽ ഹമാസിനെ തീവ്രവാദികൾ എന്ന് വിളിച്ചു. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഞാനൊരു കാര്യം പറയട്ടെ. തീവ്രവാദം ആര് ചെയ്താലും തീവ്രവാദം തന്നെയാണ്. നിരപരാധികളെ കൊന്നൊടുക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അവരെ നമ്മൾ തീവ്രവാദികൾ തന്നെയാണ് വിളിക്കുന്നത്. അവിടെ മതവും ഒന്നും അവിടെ നോക്കുന്നില്ല. മുസ്ലിം ആണെന്നോ ഹിന്ദു ആണെന്നോ ക്രിസ്ത്യാനിയാണെന്നോ അവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതിലാര് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു അവരെ നമ്മൾ തീവ്രവാദികൾ തന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം ഒക്ടോബർ 7 നടന്ന സംഭവം. ഒരു രാജ്യത്ത് കടന്നു കയറി ഏകദേശം 1500 പേരെ വെടിവെച്ചു കൊന്നു. കുറേ കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ, മുതിർന്നവരെ ഒക്കെയും ബന്ദികളായി പിടിച്ചുകൊണ്ടുപോയി. ഇത്രയും കാലം തടവിൽ വെച്ചിരുന്നു. എന്നാൽ കുറേ ആൾക്കാരെ അവർ കൊല ചെയ്തു. കുട്ടികളെയും ഒക്കെ അവരില്ലായ്മ ചെയ്തു. ഇതെന്തിനു വേണ്ടിയായിരുന്നു? ഈ ഒക്ടോബർ 7 ഹമാസുകാരെ അവിടെ കയറി ആക്രമിച്ച് ഈ കൊലപാതകം നടത്തിയില്ലായിരുന്നെങ്കിൽ പാലസ്തീൻ്റെ അവസ്ഥ ഇങ്ങനെ ആകുമായിരുന്നു. 45,000 ജനമാണ് അവിടെ മരിച്ചത്. ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഒരു രാജ്യത്ത് കടന്നു കയറി അവരെ ഇല്ലായ്മ ചെയ്യുവാൻ, അല്ലെങ്കിൽ അവരെ ഈ രാജ്യത്ത് നിന്ന് ഓടിക്കുവാൻ ചെയ്ത ഒരു പ്രവർത്തനമാണ് അന്ന് ഒക്ടോബർ 7 അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടല്ലേ ഈ 45,000 ജനങ്ങളവിടെ, കുഞ്ഞുങ്ങളും സ്ത്രീകളും മുതിർന്നവരും ഒക്കെ കൊല്ലപ്പെട്ടത്. അതിന് നമ്മൾ എന്താണ് പറയുക? ഇത് സമരമാണ്. ഇതിന് സമരമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം വെറുതെ ഇരുന്ന സമയത്ത് ഇസ്രായേൽ കയറി അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അതൊരു തീവ്രവാദ പ്രവർത്തനമാണ് അവർ ചെയ്തത്. ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ കഴിയത്തില്ല എന്ന് തന്നെ തീർത്ത് നമ്മൾ പറയും. അത് ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അതിനെ നമുക്ക് അംഗീകരിക്കാനൊക്കത്തില്ല. അപ്പം അവർ മുസ്ലിങ്ങളായതുകൊണ്ട് അവരെ അങ്ങ് തീവ്രവാദികളാക്കി കളയാം എന്നൊന്നും ഉള്ള ഒരു ഉദ്ദേശത്തോടെ അല്ല ഞാൻ ആ വീഡിയോ ഇറക്കിയത്. വ്യക്തമായി പറയട്ടെ, മുസ്ലിം സഹോദരങ്ങൾ എൻ്റെയും സഹോദരങ്ങളാണെന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത്. തീവ്രവാദി പ്രവർത്തനം കൊണ്ട് ഒരു രാജ്യവും രക്ഷപ്പെട്ടിട്ടില്ല. ഉണ്ടോ? ഓരോ രാജ്യത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. അവരനുഭവിക്കുന്ന ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആ രാജ്യത്തിൻ്റെ എല്ലാം തകർന്നടിഞ്ഞ പോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ അങ്ങ് ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്കെതിരെ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അതുകൊണ്ട് കാര്യമില്ല. നിരപരാധികളെ കൊന്നൊടുക്കുന്നത് ഒരിക്കലും നമുക്കത് അംഗീകരിക്കാനൊക്കത്തില്ല. നമ്മൾക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ
അവരാരും തീവ്രവാദികളൊന്നുമല്ല. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ആരും തീവ്രവാദികളല്ല. അവരൊക്കെ നല്ലപോലെ അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് അവർ. അപ്പം അവരെ വെറുതെ തീവ്രവാദികളെന്ന് മുദ്രകുത്താൻ നമുക്ക് പറ്റത്തില്ല. അതിനോട് നമുക്ക് യോജിപ്പുമില്ല, അത് അംഗീകരിക്കാനും കഴിയുന്നില്ല. കാര്യം ഇന്ത്യയിൽ അങ്ങനൊരു സംഭവം, തീവ്രവാദികളുടെ പ്രവർത്തനങ്ങളൊന്നും ഇന്ത്യയിൽ നടക്കുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല നമ്മുടെ രാജ്യത്ത്. പിന്നെ ചില ആൾക്കാർ ഇല്ലെന്നല്ല, ചില ഇതേപോലെ തലയ്ക്ക് പിടിച്ച ചില വ്യക്തികൾ അതിൻ്റെയൊക്കെ പ്രവർത്തനമായിട്ട് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറം ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്ന് പറയാനൊന്നും ഞാൻ ആളല്ല. അവർ നല്ല രീതിയിൽ അവരധ്വാനിച്ച് കുടുംബം പുലർത്തി മുന്നോട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. രാജ്യത്തിനൊരു ദോഷവും ചെയ്യാതെ അവരുടെ കാര്യങ്ങൾ നോക്കി അവർ മുന്നോട്ട് പോകുന്നു. അവരെ നമുക്ക് തീവ്രവാദി എന്ന് വിളിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ഹമാസിനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. കാര്യം അവർ കാണിച്ചത് തെറ്റാണ്. ആ ഒക്ടോബർ 7 അന്ന് അവർ ചെയ്തത് അത് അങ്ങേറ്റത്തെ തെറ്റാണ്. അതുകൊണ്ടാണ് അവർ കയറി ഇത്രമേൽ ആ രാജ്യം നശിപ്പിച്ചത്. അത് അവർ അങ്ങനെ കടന്നു കയറിയില്ലായിരുന്നെങ്കിൽ ആ രാജ്യം നശിക്കുകയില്ലായിരുന്നു. 40,000-45,000 ജനങ്ങൾ അവിടെ മരിക്കത്തുമില്ലായിരുന്നു. അതിനെ നമുക്ക് അംഗീകരിക്കാനൊക്കത്തില്ല. നമ്മളതിനെ അംഗീകരിക്കാൻ പാടില്ല. അനീതി എവിടെ കണ്ടാലും അത് അനീതി തന്നെ. ആരും ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഹിന്ദു തീവ്രവാദികളുണ്ട്. എല്ലാവരും നമുക്ക് അങ്ങനെ മുദ്രകുത്താനൊക്കത്തില്ല. ചില ആൾക്കാർ, ചില സംഘടനകളുണ്ട് ഇതേപോലെ തീവ്രവാദവും ചുമന്നുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും ഉള്ള പ്രവർത്തനമായിട്ട് അവർ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ആ തീവ്രവാദത്തെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ നമ്മൾക്ക് പറ്റത്തില്ല. ഇവിടുത്തെ മുസ്ലിങ്ങളും ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഈ രാജ്യത്ത് നിന്ന് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിങ്ങളെല്ലാം ഈ രാജ്യം വിട്ട് പോകണം എന്നും പറഞ്ഞവർ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ ആക്രമിക്കാൻ വരുന്നു. നമ്മൾ അംഗീകരിച്ചു കൊടുക്കൂ? നമ്മൾ ഓടിപ്പോകൂ? പറ. അതിനെ എല്ലാ ശക്തി ഉപയോഗിച്ച് അതിനെ നേരിടാൻ നമ്മൾ തയ്യാറാവും. ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് ഓടിപ്പോകണം, നിങ്ങളുടെ രാജ്യമല്ല എന്നും പറഞ്ഞ് നമ്മളെ ഓടിച്ചാൽ നമുക്ക് ഓടിപ്പോകാൻ പറ്റുമോ? നമ്മൾ മരണം വരെയും അതിനെ എതിർത്ത് നമ്മൾ എതിർക്കും. അത് സ്വാഭാവികമാണ്. അതാണ് ഇസ്രായേലിലും പാലസ്തീനിലും നമ്മൾ കണ്ട കാഴ്ച അതാണ്. അവരവിടെ ജീവിച്ചോട്ടെ, അവരുടെ രാജ്യത്ത് അവർ ജീവിക്കട്ടെ, അവർ ജനിച്ച മണ്ണിൽ അവർ ജീവിക്കട്ടെ എന്ന് കരുതിയിരുന്നെങ്കിലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പം ചില തീവ്ര സ്വഭാവമുള്ള ചില സംഘടനകൾ രൂപപ്പെടുകയും അവരിങ്ങനെയുള്ള അക്രമങ്ങൾ കാണിക്കുകയും കൊലപാതകങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ നമുക്കെങ്ങനെ അവരെ സ്വീകരിക്കാൻ പറ്റും? തെറ്റല്ലേ അതൊക്കെ? അത് അംഗീകരിക്കാൻ നമുക്ക് കഴിയത്തില്ല. അതാണ് അവിടെ നടന്നത്. അപ്പം നമ്മുടെ അവസ്ഥയും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളെ ആട്ടിപ്പായിക്കാൻ ചില തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളതിനെ നേരിടും.
അത് നേരിടാതിരിക്കാനൊക്കത്തില്ല. നമുക്കിവിടെ ജീവിക്കണ്ടേ? ജനിച്ച മണ്ണിൽ നമുക്കും ജീവിക്കണം. നമ്മളെ ആട്ടിപ്പായിച്ച് കളയാൻ, നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ വരുന്ന ശക്തിയോട് നമ്മൾ എതിർത്ത് നിൽക്കും. ഇത് തന്നെയാണ് അവിടെ നടന്നത്. അല്ലെങ്കിൽ അല്ലാതെ മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ തീവ്രവാദികളെന്ന് ഒരിക്കലും പറയുവാൻ പറ്റത്തില്ല. പിന്നെ ഇസ്രായേലിനൊരു ചരിത്രമുണ്ട്. അതുകൂടെ കുറച്ച് നമ്മൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ജൂതന്മാരുടെ സ്ഥലമാണ് ഈ പറയുന്ന ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. ജൂതന്മാരുടെയാണ്. ആ കാലഘട്ടത്തിൽ ഭരണാധികാരികൾ അവരെ ഉന്മൂലനം ചെയ്യാൻ വന്ന് അവരെ ആട്ടി ഓടിച്ചപ്പോൾ അവരവിടെ നിന്നും പലായനം ചെയ്തു. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും രാജ്യങ്ങളിലും അവർ പോയി കയറി രക്ഷപ്പെട്ട്. അങ്ങനെയാണ് ജൂതന്മാർ ചിതറിപ്പോയത്. അവരുടെ സ്വന്തം രാജ്യം വിട്ട്, അവർ ജനിച്ചു വളർന്ന രാജ്യം വിട്ട് അവർക്ക് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. അവർക്ക് അവരുടെ ഭൂമിയില്ല. തിരിച്ചു വരുമ്പോൾ അവർക്ക് ഭൂമിയില്ല. അത് അവരുടെ അല്ല എന്ന് പറയാൻ നമുക്ക് കഴിയും. പിന്നെ അന്ന് ബ്രിട്ടീഷുകാർ അവർക്ക് സ്വല്പം ഭൂമി അവർക്ക് അവിടെ കൊടുത്തു. അവരവിടെ താമസിച്ചു. വീണ്ടും അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആ മരുഭൂമിയിലേക്ക് വീണ്ടും വന്ന് അവരധ്വാനിച്ച് അവരവിടെ ജീവിച്ചു. അവരെ നമുക്ക് ഓടിച്ചു കളയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു സംഘടന വിചാരിച്ചാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇല്ലായ്മ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവരുടെ വളർച്ചയിൽ ഇഷ്ടപ്പെടാത്ത അയൽ രാജ്യങ്ങളാണുള്ളത്. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും അവരെ ഇല്ലായ്മ ചെയ്യണം, അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും അവരെ രാജ്യത്തിൽ നിന്ന് ഓടിക്കണം എന്ന് ചിന്തിക്കുന്ന അയൽ രാജ്യങ്ങൾ. അവരാണ് ഹമാസ് എന്ന് പറയുന്ന ഈ ശക്തിയെ എല്ലാ രീതിയിലും അവരെ സഹായിച്ച്, ആയുധം കൊണ്ടും പണം കൊണ്ടും എല്ലാം കൊണ്ടും അവരെ സഹായിച്ച് ഇസ്രായേലിനെതിരെ, യൂതന്മാർക്കെതിരെ അവർ യുദ്ധം ചെയ്യുവാൻ തുടങ്ങിയത്, എതിർക്കുവാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഈ സംഘടനയൊക്കെ രൂപപ്പെട്ടത്. അവരവർ മര്യാദയ്ക്ക് അവരവിടെ ജീവിക്കാൻ വന്നവരാണ്. അവർ ജീവിച്ചു പോട്ടെ, അവർ ജനിച്ച മണ്ണിൽ അവർ ജീവിക്കണമെന്ന് ചിന്തയുണ്ടായിരുന്നു. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും നമ്മളെ ഓടിച്ചുവിടാൻ ഏതെങ്കിലും ശക്തിക്ക് കഴിയുമെങ്കിൽ നമ്മളതിനെ എതിർക്കും. അത് തീവ്രവാദമല്ല. നമുക്കിവിടെ ജീവിക്കണം. ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും എൻ്റെ ശത്രുക്കളല്ല മുസ്ലിങ്ങൾ, അവരെൻ്റെ സഹോദരങ്ങളാണെന്നുള്ള ചിന്താഗതി എനിക്കുള്ളത്. ഞാൻ ഒരിക്കലും ഒരേ തീവ്രവാദികളെന്ന് പറയുവാൻ ഞാൻ അങ്ങനെ പറയത്തുമില്ല. പക്ഷേ ഇങ്ങനെ ഈ അനീതി ചെയ്യുന്നവർ, നിരപരാധികളെ കൊന്നൊടുക്കുന്നവർ, അവരെ നമുക്ക് പോരാളികളെന്നോ ഒന്നും വിശേഷിപ്പിക്കാനൊക്കത്തില്ല. അവർ തീവ്രവാദികൾ തന്നെ. അപ്പം അവരും ജീവിക്കട്ടെ എന്നൊരു മനോഭാവം പാലസ്തീന് ഹമാസിനുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു വലിയ ദുരന്തം ഒരിക്കലും അവിടെ സംഭവിക്കില്ലായിരുന്നു. എല്ലാവർക്കും സന്തോഷമായിട്ട് അവിടെ ജീവിക്കാമായിരുന്നു. അവിടെ എല്ലാം നഷ്ടപ്പെട്ടില്ലേ? ഭവനങ്ങൾ നഷ്ടപ്പെട്ടു. അവർ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടക്കുകയാണ്. ഇതാരായി ഇത് വരുത്തി വെച്ചത്? എന്തിനാണിത് ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്താ? ഇത് നമ്മൾ പഠിക്കുക. നമ്മൾ അന്ധമായി അതിനെ അങ്ങ് വിശ്വസിച്ചിട്ട് അവരെ നമ്മളങ്ങ് എങ്ങനെ അവർ അവർ തീവ്രവാദികളല്ല, അവർ നല്ലവരാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുമോ? ഒക്കത്തില്ല. നിരപരാധികളെ കൊന്നൊടുക്കുവാൻ ആർക്കും കഴിയത്തില്ല.
അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. അല്ലെ മൊത്തമായിട്ട് ഈ സമൂഹത്തെ മൊത്തം തീവ്രവാദികളെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ പറയുകയുമില്ല. നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും ചില തീവ്രവാദ സംഘടനകളുണ്ട്. ഹിന്ദു തീവ്രവാദം അവരും ഇതേപോലാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും ഇവിടുത്തെ മുസ്ലിങ്ങളെയും ഈ രാജ്യത്ത് നിന്നും ഓടിച്ചുവിടാൻ ഉള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കും. അതിന് നമ്മൾ അങ്ങോട്ട് ഓടിപ്പോവും? ഇല്ല, നമ്മളതിനെ എതിർക്കും. ഇത് തന്നെയാണ് പാലസ്തീനിലും അല്ലെങ്കിൽ ഇസ്രയേലിലും നടന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി.